എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ മൂന്നാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് പീരിയോഡിക് ടേബിളിലെ പകുതി സെക്ഷൻസ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ബാക്കി നോക്കാനുള്ളത് അയനൈസേഷൻ എൻതാൽപ്പിയെ കുറിച്ചാണ് കേട്ടോ. അയനൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ പീരിയോഡിക് ട്രെൻഡ് ഇൻ പീരിയോഡിക് ടേബിൾ, അതായത് പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണത. അയോണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ എന്താണ് അയോണീകരണ എൻതാൽപ്പി എന്നാണ് പറയുന്നത്. അയനൈസേഷൻ എൻതാൽപ്പി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. 9ാം ക്ലാസ് അയനൈസേഷൻ എനർജി അല്ലെങ്കിൽ അയനൈസേഷൻ എൻതാൽപ്പിയെ കുറിച്ചൊക്കെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഈ അയനൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഒരു ആറ്റം അല്ലെ, ഒരു ആറ്റത്തിനുള്ളിൽ എന്താണ്, സെൻട്രൽ എന്താണ്, ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും എന്താണ് ഷെൽസ്, ഇങ്ങനെ ഷെൽസുകളൊക്കെ ഉണ്ട് നമുക്കറിയാം. ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. എന്തായാലും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടാവുമല്ലോ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനും അതിനെന്താണ്, അതിനൊരു പ്രത്യേക സ്റ്റെബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഇലക്ട്രോണിനെ അവിടെ നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവിടുന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മിനിമം എനർജി അവിടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. മനസ്സിലാവുന്ന പറഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നുള്ള ഒരു ഇലക്ട്രോണിനെ നമ്മൾ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഒരു മിനിമം എനർജി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ആ എനർജീനെ നമ്മൾ പറയുന്ന പേരാണ് അയനൈസേഷൻ എനർജി അല്ലെങ്കിൽ എന്താണ് അയനൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കേട്ടോ. അപ്പൊ അത് ഇവിടെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ് അയനൈസേഷൻ എൻതാൽപ്പി ഓഫ് ആൻ എലമെന്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി required to remove the most loosely bound electron from the outermost shell of an isolated gaseous atom of the element. കേട്ടോ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് കേട്ടോ. അതായത് വളരെ കുറഞ്ഞ എനർജിയാണ് ആവശ്യമായിട്ടുള്ളത്. അതായത് മിനിമം എമൗണ്ട് ഓഫ് എനർജി ടു റിമൂവ്, എന്തിനാണ് റിക്വയർഡ് ടു റിമൂവ് മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഇലക്ട്രോൺ എങ്ങനെയായിരിക്കും? ലൂസ്ലി ബൗണ്ടർ ആയിരിക്കും. അപ്പൊ അതിനെ ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം എമൗണ്ട് ഓഫ് എനർജി. ക്ലിയർ ആയല്ലോ? അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് അയനൈസേഷൻ എനർജി അല്ലെങ്കിൽ അയനൈസേഷൻ എൻതാൽപ്പി. സിമ്പിൾ ആയിട്ട് ഇത്ര വെച്ചാൽ മതി. മിനിമം എമൗണ്ട് ഓഫ് എനർജി required to remove an electron from the outermost shell of an isolated gaseous atom of the element. കേട്ടോ, നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മിനിമം എമൗണ്ട് ഓഫ് എനർജി required to remove an electron from the outermost shell of an atom. That is known as the അയനൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ അയനൈസേഷൻ എനർജി. ഐഡിയ മനസ്സിലാക്കുക കേട്ടോ. ലൂസ്ലി ബൗണ്ടർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എങ്ങനെയായിരിക്കും? ലൂസ്ലി ബൗണ്ടർ ആയിരിക്കും. അപ്പൊ അതിനെ നമുക്ക് അവിടെ റിമൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജി. ക്ലിയർ ആയല്ലോ? ഇനി ഈ അയനൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഈ അയനൈസേഷൻ എനർജി എന്ന് പറഞ്ഞു മിനിമം എമൗണ്ട് ഓഫ് എനർജി ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കറിയാം ഗ്രൂപ്പ് അല്ലെ, നമ്മുടെ പീരിയോഡിക് ടേബിൾ ഒക്കെ കണ്ടല്ലേ. പീരിയോഡിക് ടേബിളിൻ്റെ അകത്ത് ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ തന്നെ എന്താണ് പീരീഡും ഒക്കെ ഉണ്ടല്ലോ. നമുക്കറിയാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗ്രൂപ്പ് ഇതാ ഇങ്ങനെ അല്ലേ, വെർട്ടിക്കൽ ആയിട്ടുള്ളതാണ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പീരീഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഹൊറിസോണ്ടൽ അല്ലേ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതാണ് പീരീഡ്. അപ്പം ഹൊറിസോണ്ടൽ ആയിട്ടുള്ള രീതിയിലും വെർട്ടിക്കൽ ആയിട്ടുള്ള രീതിയിലും വരുവാണെന്നുണ്ടെങ്കിൽ ഈ അയനൈസേഷൻ എനർജിക്ക് എന്ത് മാറ്റമായിരുന്നു ഉണ്ടാകുന്നതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. മനസ്സിലാവുന്നല്ലോ? അയനൈസേഷൻ എനർജിക്ക് എന്ത് മാറ്റം ഉണ്ടാവും. അപ്പൊ അതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. യൂസിങ് പീരിയോഡിക് ടേബിൾ ലെറ്റ് us examine how ionization enthalpy varies on moving down a group. അതായത് പീരിയോഡിക് ടേബിൾ ഉപയോഗിച്ചിട്ട് താഴേക്ക് മൂവിങ് ഡൗൺ എ ഗ്രൂപ്പിന്റെ താഴോട്ട് പോകുന്തോറും എങ്ങനെയാണ് അയനൈസേഷൻ എനർജിക്ക് വ്യത്യാസം വരുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നോക്കാം, മൂവിങ് ഡൗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മൂവിങ് ഡൗൺ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമുക്കറിയാം പീരിയോഡിക് ടേബിൾ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇവിടെ ഇല്ലേ, അതാ ഇങ്ങനെ ഇവിടെ എന്താണ്, ഇത് ഫസ്റ്റ് ഗ്രൂപ്പാണ്, ഇത് സെക്കൻഡ് ഗ്രൂപ്പാണ് അല്ലേ, ഇതിങ്ങനെ വരും. ദെൻ ഇവിടെ എന്താണ്, പിന്നെ ഈ ഒരു ഏരിയയില് അല്ലെ, ഈ ഒരു ഏരിയ ഉണ്ട്, ഈ ഒരു ഏരിയ ഇത് ഫസ്റ്റ് സെക്കൻഡ്, പിന്നെ ഇവിടെ 3 തൊട്ട് 12 വരെയുള്ള ഗ്രൂപ്പുകളുണ്ട്. പിന്നെ ഇവിടെയാണ് 13 തൊട്ടില്ല, അതാ ഇങ്ങനെ അല്ല, ഇങ്ങനെയാണല്ലോ പീരിയോഡിക് ടേബിളിൽ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായത്? ഇവിടെ നമുക്ക് 13 തൊട്ട് അവിടെ 18 വരെ ഉണ്ട്. അപ്പൊ നോക്കുക, ഫസ്റ്റ് ഗ്രൂപ്പ് ഇപ്പൊ നമ്മൾ നോക്കുക, ഒരു ഗ്രൂപ്പിൽ നിന്നും ഗ്രൂപ്പിന്റെ താഴോട്ട് പോകുന്നോറും, ഗ്രൂപ്പിൽ നിന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇങ്ങനെ താഴോട്ട് പോകുന്തോറും കേട്ടോ, ഗ്രൂപ്പിന്റെ താഴോട്ട് പോകുന്തോറും ഈ അയനൈസേഷൻ എനർജിക്ക് എങ്ങനെയാണ് വ്യത്യാസം വരുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലിയർ ആയല്ലോ? ഇതാ അങ്ങനെയാവുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്തു. ഫസ്റ്റ് ഗ്രൂപ്പ് ആണെന്ന് ചോദിച്ചു. ഈ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ കേസിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഷെല്ലുകളുടെ എണ്ണത്തിൽ എങ്ങനെയാണ് മാറ്റം ഉണ്ടാകുന്നത്? മുകളിൽ നിന്നും താഴോട്ട് വരിക, ഷെല്ലുകളുടെ എങ്ങനെയാണ് കൂടുകയല്ലേ ചെയ്യുന്നത്?
പറയാം ഫസ്റ്റ് ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ആണ് ഇല്ലേ, ഹൈഡ്രജൻ ആണ് വരുന്നത്, അവിടുന്ന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക ഹൈഡ്രജൻ ലിഥിയം ഇല്ലേ, അങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഹൈഡ്രജൻ ലിഥിയം സോഡിയം അങ്ങനെയാണല്ലോ പോകുന്നത് ഇവിടെ. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഷെല്ലുകളുടെ എണ്ണം എങ്ങനെയാണ് അവിടെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ഇത് ചെയ്യുന്നത്. ആറ്റോമിക് നമ്പറിൽ വ്യത്യാസം വരുന്നില്ല. അപ്പൊ എന്താണ്? ഷെല്ലുകളുടെ എണ്ണം അവിടെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം ഒരു ഗ്രൂപ്പിൽ നിന്നും, അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വാട്ട് ഹാപ്പൻസ് ടു ദ നമ്പർ ഓഫ് ഷെൽസ് ഓൺ മൂവിങ് ഡൗൺ എ ഗ്രൂപ്പ്? അതായത് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പിൽ നിന്നും താഴേക്ക് വരുമ്പോൾ ഷെല്ലുകളുടെ എണ്ണത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നുണ്ട്? ഷെല്ലുകളുടെ എണ്ണം എങ്ങനെയാണ്? ഷെല്ലുകളുടെ എണ്ണം അവിടെ കൂടുവാണ് ചെയ്യുന്നത് ഇല്ലേ. ഷെല്ലുകളുടെ എണ്ണത്തിന് അവിടെ മാറ്റം സംഭവിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ്? കൂടുവാണ് ചെയ്യുന്നത്. ഇനി ഈ താഴേക്ക് പോകും തോറും, അല്ലെങ്കിൽ എന്താണ്, ഷെല്ലുകളുടെ എണ്ണം കൂടുക. താഴേക്ക് പോകും തോറും എന്ന് ഉദ്ദേശിക്കുന്നത് ഷെല്ലുകളുടെ എണ്ണം കൂടുവാന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ, ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്ന് എങ്ങനെയാണ് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് കേസിൽ ഇത് ഹൈഡ്രജന്റെ കേസിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അടുത്തത് നമ്മൾ വന്നു ലിഥിയം വന്നു, അപ്പൊ അത് ഇങ്ങനെ വന്നു ഇല്ലേ. ഓരോന്നും വന്നുകൊണ്ടിരിക്കുക എങ്ങനെയാണ്? ഷെല്ലുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഓരോന്നിലെ കേസിലേക്ക് വരുമ്പോൾ ഷെല്ലുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഷെല്ലുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിലേക്കുള്ള ഈ ന്യൂക്ലിയസിൽ നിന്നുള്ള ആകർഷണബലത്തിന് എങ്ങനെയായിരിക്കും? ആകർഷണബലം എങ്ങനെയായിരിക്കും? ന്യൂക്ലിയസ് എവിടെയാണ്? ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഷെൽ എന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടെ വരുന്നത് അല്ലേ. ഔട്ടർമോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോൺ ആണ് ഇവിടുത്തെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ന്യൂക്ലിയസ് എന്ന് വരുമ്പോൾ ഇങ്ങോട്ടുള്ള ആകർഷണബലം എങ്ങനെയായിരിക്കും? അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെയായിരിക്കും? അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെ കുറയുവാണല്ലേ ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളല്ലേ, ന്യൂക്ലിയസിന്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകുന്നത്. ന്യൂക്ലിയസിന് അകന്നു പോകും തോറും എങ്ങനെയാണ് അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ കുറയുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ന്യൂക്ലിയസിന് അകന്നു പോകും തോറും എങ്ങനെയാണ് ഓരോ ഷെല്ലിലും എങ്ങനെയാണ് അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? കുറയുവാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആവുകയാണെന്ന് അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുവാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ചാർജ് എന്ത് സംഭവിക്കും? ന്യൂക്ലിയർ ചാർജ് എങ്ങനെയാണ്? കൂടുവാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണല്ലേ, ന്യൂക്ലിയർ ചാർജ് കൂടുവാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ കുറയും, പക്ഷെ എന്താണ്? ന്യൂക്ലിയർ ചാർജ് കൂടുവാണ്. അതായത് പ്രോട്ടോണുകളുടെ എണ്ണം കൂടുവല്ലേ, ഓരോന്നും ഇപ്പൊ താഴോട്ട് വരുന്തോറും എന്നാണ് പ്രോട്ടോണുകളുടെ എണ്ണം കൂടുവാണ്, അതായത് ഷെല്ലുകളുടെ എണ്ണം കൂടുവാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ന്യൂക്ലിയർ ചാർജ് അവിടെ കൂടും ഇല്ല. അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെയാണ്? അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ ചാർജ് അവിടെ കൂടുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ആ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നോക്കിയേ, വാട്ട് ഹാപ്പൻസ് ടു ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ന്യൂക്ലിയസ് ഓൺ ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ആസ് എ നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസസ്. ഇതാണ് ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ ബാഹിതമ ഇലക്ട്രോണുകളിന്മേലുള്ള ന്യൂക്ലിയസിന്റെ ആകർഷണബലത്തിന് എന്ത് സംഭവിക്കും? ആകർഷണബലം എങ്ങനെയാണ്? ആകർഷണബലം കുറയുവാണ് ചെയ്യുന്നത് ഇല്ലേ. അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുവാണ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഹാപ്പൻസ് ടു ദ ന്യൂക്ലിയർ ചാർജ്? താഴോട്ട് പോകും തോറും, നമ്മൾ പറഞ്ഞില്ല താഴോട്ട് പോകും തോറും ഇല്ലേ, അതായത് ഗ്രൂപ്പിന്റെ താഴോട്ട് പോകും തോറും, ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് കേട്ടോ, ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് പോകും തോറും അപ്പൊ ന്യൂക്ലിയർ ചാർജിന് എന്ത് സംഭവിക്കും? ന്യൂക്ലിയർ ചാർജ് അവിടെ കൂടുവാണ് ചെയ്യുന്നത്. അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ കുറയുന്നുണ്ട്, ന്യൂക്ലിയർ ചാർജ് അവിടെ കൂടുവാണ് ചെയ്യുന്നത്. അപ്പൊ ന്യൂക്ലിയർ ചാർജ് കൂടുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഔട്ടർമോസ്റ്റ് ഷെല്ല് ഇതാന്ന് ചോദിച്ചാൽ ഔട്ടർമോസ്റ്റ് ഷെല്ല് ഇവിടുത്തെ അട്രാക്റ്റീവ് ഫോഴ്സ് കുറവാന്ന് പറഞ്ഞു, അവിടുത്തെ ന്യൂക്ലിയർ ചാർജ് കൂടുവാന്ന് പറഞ്ഞു. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ഈ ന്യൂക്ലിയസിന്റെ ആകർഷണബലം എന്ത് സംഭവിക്കും? ന്യൂക്ലിയർ ചാർജ് കൂടുവല്ലേ, അപ്പൊ ഇലക്ട്രോണുമേലുള്ള ആകർഷണബലം അവിടെ എന്ത് സംഭവിക്കും? ആകർഷണബലം അവിടെ കൂടും. മനസ്സിലാവുന്നുണ്ടാവില്ല? അപ്പൊ ന്യൂക്ലിയസിന് അകന്നു പോകുന്നവരും ആകർഷണബലം കുറയുവാന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് അകന്നു പോകുന്നവരും എങ്ങനെയാണ്? ഇവിടെ ന്യൂക്ലിയർ ചാർജ് അവിടെ കൂടുന്നുണ്ട്. അപ്പൊ ഈ ന്യൂക്ലിയർ ചാർജ് അവിടെ കൂടും, അതായത് പ്രോട്ടോണുകളുടെ എണ്ണം കൂടുമ്പോൾ അവിടുത്തെ എന്താണ് ഈ അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ കൂടുവാണ് ചെയ്യുന്നത്. ാണല്ലോ. അപ്പൊ ഗ്രൂപ്പിന്റെ ഇതുണ്ടല്ലോ, ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് വരുന്നതോറും എന്താണ് സംഭവിക്കുന്നത്? ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കുന്നുണ്ട് ഇല്ല. ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കുന്നുണ്ടെങ്കിലും അപ്പൊ ആ ന്യൂക്ലിയർ ചാർജിന്റെ മറികടക്കാൻ പറ്റത്തിലുള്ള ഷെല്ലുകളുടെ എണ്ണവും കൂടിക്കൂടി വരികയല്ല. ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്, പക്ഷെ ഷെല്ലുകളുടെ എണ്ണവും താഴോട്ട് വരുന്നതോറും കൂടിക്കൂടി വരിക. ക്ലിയറല്ലോ? അപ്പം ന്യൂക്ലിയർ ചാർജ് കൂടുവാണ്. അപ്പൊ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള സാധ്യത എങ്ങനെയായിരിക്കും? വിട്ടുകൊടുക്കാനുള്ള സാധ്യത അവിടെ കൂടുവോ കുറയുവോ? കൂടുവല്ലേ ചെയ്യുന്നത്. ലൂസ്ലി ബൗണ്ട് ആയിട്ടിരിക്കും. കൂടുന്നോറും എന്താണ് ലൂസ്ലി ബൗണ്ട് ആയിട്ടിരിക്കും. അപ്പം ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനുള്ള സാധ്യത എങ്ങനെയായിരിക്കും? സാധ്യത അവിടെ കൂടുവാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് അതിനോട് വിട്ടുകൊടുക്കാൻ സാധിക്കും. അതായത് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എനർജി, മിനിമം എനർജി. അപ്പൊ ലൂസ്ലി ബൗണ്ട് ആയിട്ടിരിക്കുമ്പോൾ എന്താണ്? മിനിമം എനർജി അവിടെ എങ്ങനെയാണ്? വളരെ കുറവ് മതിയായിരിക്കും. അതായത് അയണൈസേഷൻ എൻതാൽപ്പി എങ്ങനെയായിരിക്കും? അവിടെ കുറവ് മതി. അതായത് താഴേക്ക് പോകുന്തോറും
ഗ്രൂപ്പിന്റെ മുകളിൽ നിന്നും താഴേക്ക് പോകുന്തോറും എന്താണ് സംഭവിക്കുന്നത്? അവിടെ ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള എന്താണ് ഇലക്ട്രോൺസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്ന ഔട്ടർ മോസ്റ്റ് ഷെല്ല്. അതായത് അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അയനൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കും അവിടെ കുറയുമായിരിക്കും ചെയ്യുന്നത്. ഒരുപാട് കൺഫ്യൂഷനിലേക്കൊന്നും പോവണ്ട. നമുക്ക് ഈസി ആയിട്ട് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ, ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ഒരു നോട്ടിലൂടെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇതവിടെ എഴുതിയിരിക്കുന്നുണ്ട് ഡൗൺ എ ഗ്രൂപ്പ്. ഞാൻ പറഞ്ഞല്ലേ ഗ്രൂപ്പിന്റെ താഴോട്ട് ഇങ്ങനെ കേട്ടോ, ഗ്രൂപ്പിന്റെ ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് അങ്ങനെ ഞാൻ എഴുതിയിരിക്കുകയാണ്. സെക്കൻഡ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിന്റെ താഴോട്ട് പോകുന്നതോറും എന്ത് സംഭവിക്കുന്നു? നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസസ്. അത് മനസ്സിലായല്ലോ. ഗ്രൂപ്പിന്റെ താഴേക്ക് പോകുന്നതോറും നമ്പർ ഓഫ് ഷെൽസ് അവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ എങ്ങനെയാണ്? അട്രാക്റ്റീവ് ഫോഴ്സ് ഓൺ ദ ന്യൂക്ലിയസ് ഓൺ ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഡിക്രീസ് ചെയ്യും. മനസ്സിലാവുന്നതാണ് പറഞ്ഞത്. നമ്പർ ഓഫ് ഷെൽസ് കൂടുന്നു. അപ്പൊ എങ്ങനെയാണ്? അട്രാക്റ്റീവ് ഫോഴ്സ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിലേക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് സംഭവിക്കുക? അവിടെ കുറയുവാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ താഴോട്ട് പോകുന്നതോറും ന്യൂക്ലിയർ ചാർജ് എന്ത് സംഭവിക്കും? ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. അപ്പൊ ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട് ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെയാണ്? അട്രാക്റ്റീവ് ഫോഴ്സ് ഓൺ ദ ന്യൂക്ലിയസ് ഓൺ ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഇൻക്രീസസ്. ന്യൂക്ലിയർ ചാർജ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രോട്ടോണുകളുടെ എണ്ണം കൂടുക. അപ്പൊ എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണം കൂടുമ്പോൾ എന്താണ് അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ കൂടും. പക്ഷെ താഴേക്ക് വരുന്നവരും എന്താണ് ഈ ന്യൂക്ലിയർ ചാർജ് കൂടുക എന്ന് പറഞ്ഞില്ല. അപ്പൊ ന്യൂക്ലിയർ ചാർജിന് എങ്ങനെയാണ്? ഈ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതുകൊണ്ട് തന്നെ എന്താണ് ഈ ന്യൂക്ലിയർ ചാർജിന് അവിടെ ഓവർകം ചെയ്യാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? നമുക്ക് താഴേക്ക് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. അതുകൊണ്ട് തന്നെ അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ കുറയുവാണ് ചെയ്യുന്നത്. ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ കുറയുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ താഴേക്ക് പോകുന്ന പറയുന്നത് എങ്ങനെയാണ്? ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. അതുകൊണ്ട് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ നമ്പർ ഓഫ് എന്താണ് പ്രോട്ടോൺസ് അവിടെ കൂടുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അട്രാക്റ്റീവ് ഫോഴ്സ് കൂടാം. പക്ഷേ ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ അവിടെ എന്തുണ്ട്? നമ്പർ ഓഫ് ഷെല്ലുകൾ താഴോട്ട് പോകുന്നതോറും ഷെല്ലുകളുടെ എണ്ണം കൂടുതലാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരുപാട് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. പോസിബിലിറ്റി ഓഫ് ഡൊണേറ്റിംഗ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ നമുക്കറിയാം അല്ലേ, ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടായിരിക്കും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈസി ആയിട്ട് ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കുറച്ച് എനർജി മതി. മനസ്സിലാവുന്നുണ്ട്? ആ ഇലക്ട്രോൺസിനെ അവിടുന്ന് റിമൂവ് ചെയ്യാൻ, ആ ലൂസ്ലി ബൗണ്ടഡ് ആയിട്ട് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ അവിടെ കുറച്ച് എനർജി മതി. അതായത് അയനൈസേഷൻ എനർജി അല്ലേ റിമൂവ് ചെയ്യാനുള്ള ആവശ്യമുള്ള എനർജിനെ എന്താ പറയുന്നത്? അയനൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ അയനൈസേഷൻ എനർജി എന്നല്ലേ പറയുന്നത്. അപ്പൊ ആ അയനൈസേഷൻ എൻതാൽപ്പി അവിടെ കുറച്ചു മതി. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ അയനൈസേഷൻ എൻതാൽപ്പി എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയി? അപ്പം കൺസെപ്റ്റ് ഇത്ര ഉള്ളൂ കേട്ടോ. മുകളിൽ നിന്നും ഒരു ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കുന്നു? നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസസ്. അതാണ് മെയിൻ പോയിന്റ്. നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസസ്. Therefore, attractive force of the nucleus on the outermost electron decreases. ക്ലിയർ ആയ പറഞ്ഞത്? താഴേക്ക് പോകുന്തോറും എന്താണ്? നമ്പർ ഓഫ് ഷെൽസ് താഴേക്ക് പോകുന്നതോറും നമ്പർ ഓഫ് ഷെൽസ് നമ്പർ ഓഫ് ഷെൽസ് ആണ് കേട്ടോ. നമ്പർ ഓഫ് ഷെൽസ് അവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ല, അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ എന്താണ് സംഭവിക്കുന്നത്? കുറയുവാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ എന്താണ്? അതുകൊണ്ട് അയനൈസേഷൻ എൻതാൽപ്പി കേട്ടോ, അയനൈസേഷൻ എൻതാൽപ്പി എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിക്രീസസ്. എങ്ങനെയാണ്? താഴേക്ക് പോകുന്തോറും അയനൈസേഷൻ എൻതാൽപ്പിയോടെ കുറയുവാണ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ മെയിൻ പോയിന്റ് കേട്ടോ. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട അത്രയും കാര്യങ്ങളുണ്ടല്ലോ, അതിന്റെ മെയിൻ പോയിന്റുകൾ ഇത്രേ ഉള്ളൂ. അപ്പൊ ഓർക്കേണ്ട മെയിൻ പോയിന്റുകൾ അതൊക്കെയാണ്. നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ദ ന്യൂക്ലിയസ് ഓൺ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഡിക്രീസ് ചെയ്യും. അത് ഓർത്തിരിക്കുക. മനസ്സിലാവുന്നു? അതുകൊണ്ട് തന്നെ അയനൈസേഷൻ എനർജി എങ്ങനെയാണ്? ഡിക്രീസ് ചെയ്യും. അല്ലെങ്കിൽ അയനൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് എങ്ങനെയാണ്? ഓൺ മൂവിങ് ഡൗൺ. ക്ലിയർ ആയോ? താഴേക്ക് പോകുന്നതോറും എങ്ങനെയാണ്? അയനൈസേഷൻ എൻതാൽപ്പിയോടെ കുറയുവാണ് ചെയ്യുന്നത്. അപ്പൊ ചോദിക്കാം അങ്ങോട്ട്, എന്തുകൊണ്ടാണ് താഴേക്ക് പോകുന്നത്? ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് പോകുന്നതോറും അയനൈസേഷൻ എൻതാൽപ്പി കുറയാനുള്ള കാരണം എന്താണ്? നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ്. മൂവിങ് ഡൗൺ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ്. സോ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ന്യൂക്ലിയസ് അല്ലേ, ന്യൂക്ലിയസ് ഓൺ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഡിക്രീസസ്. ദാറ്റ് ഈസ് ദ റീസൺ. ക്ലിയർ ആയല്ലോ? ഇപ്പൊ ആ നോട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇൻക്രീസും ഡിക്രീസും ഒക്കെ എഴുതിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം കൃത്യമായിട്ട് ഇത്രയും കാര്യം ഓർത്ത് വെച്ചാൽ മതി. താഴോട്ട് പോകുന്തോറും എന്താണ് സംഭവിക്കുന്നത്? നമ്പർ ഓഫ് ഷെൽസ് കേട്ടോ, പറഞ്ഞ കാര്യം. നമ്പർ ഓഫ് ഷെൽസ് അവിടെ ഇൻക്രീസ് ചെയ്യും. നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അട്രാക്റ്റീവ് ഫോഴ്സ് കേട്ടോ, അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് കേട്ടോ. അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ കുറയുന്നുണ്ട്. അതുകൊണ്ട് അയനൈസേഷൻ എൻതാൽപ്പി അവിടെ കുറയും. അയനൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് ഓർ മൂവിങ് ഡൗൺ എ ഗ്രൂപ്പ്. അതാണ് അവിടുത്തെ മെയിൻ പോയിന്റ് കേട്ടോ.
അപ്പൊ താഴേക്ക് പോകുന്തോറും എന്താണ് അയനൈസേഷൻ, ഗ്രൂപ്പിന്റെ താഴോട്ട് പോകുന്തോറും അയനൈസേഷൻ എൻതാൽപ്പിയോടെ കുറയുവാണ് ചെയ്യുന്നത്. പീരീഡിന്റെ ബേസിൽ അല്ലെ, പീരീഡിന്റെ ബേസിൽ എങ്ങനെയാണ് അയനൈസേഷൻ എൻതാൽപ്പി വേരി ചെയ്യുന്നത് നോക്കാം. അപ്പൊ പീരീഡിന്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം പീരീഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള അല്ലെ, അദ്ദേഹം കണ്ടില്ലേ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പീരീഡ് എന്ന് പറഞ്ഞത് ഇങ്ങനെ പോകുന്നതാണ് പീരീഡ് എന്ന് പറയുന്നത് ഇല്ലേ, ഹൊറിസോണ്ടൽ ലൈനാണ് പീരീഡ്. അപ്പം പീരീഡിന്റെ കേസിൽ വരുമ്പോൾ അയനൈസേഷൻ എന്താൽപ്പിക്കുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെ, ഇതല്ലേ ഫസ്റ്റ് പീരീഡ്, ഇങ്ങനെയാണ് ഫസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകും തോറും അയനൈസേഷൻ എന്താൽപ്പിക്ക് എങ്ങനെ വേരിയേഷൻ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ നോക്കാമേ, if there any change in the number of shells on moving from left to right in a period, പീരീഡിന്റെ കേസിൽ നമ്പർ ഓഫ് ഷെൽസിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ക്ലിയർ ആണെന്നാണ്. നമ്മൾ പീരിയോഡിക് ടേബിൾ കണ്ടില്ലേ, പീരിയോഡിക് ടേബിളിന്റെ കേസിൽ വരുമ്പോൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്നതോറും നമ്പർ ഓഫ് ഷെൽസിന് വ്യത്യാസം വരുന്നുണ്ടോ? നമ്പർ ഓഫ് ഷെൽസിന് വ്യത്യാസമൊന്നും വരുന്നില്ല ഇല്ലേ. ഡസ് ദ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് ഷെൽസിന് വ്യത്യാസം വരുന്നില്ല, ഓരോ പീരീഡിലല്ല വരുന്നത്, മനസ്സിലാകുന്നുണ്ടോ? ഓരോ പീരീഡിലുമാണ് വരുന്നത്. അവിടെ നിന്നാണ് നമ്പർ ഓഫ് ഷെൽസിന് വ്യത്യാസം വരുന്നില്ല കേട്ടോ. അതേസമയം ന്യൂക്ലിയർ എനർജിക്ക് അവിടെ വ്യത്യാസം വരും. ന്യൂക്ലിയർ എനർജി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതവിടെ ന്യൂക്ലിയർ എനർജി ഇൻക്രീസ് ചെയ്യും. നമ്പർ ഓഫ് ഷെൽസ് എങ്ങനെയാണ്? സെയിം ആണ് അല്ലേ, നമ്പർ ഓഫ് ഷെൽസ് അവിടെ സെയിം ആണ്. ക്ലിയർ ആയല്ല പറഞ്ഞത്? അപ്പം ഒരു പീരീഡിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്, പീരീഡിന്റെ കേസ് നമ്മൾ പറയുവാണ്. അപ്പൊ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്നതോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്, പക്ഷെ ഷെല്ലുകളുടെ എണ്ണത്തിൽ എങ്ങനെയാണ്? മാറ്റമൊന്നും വരുന്നില്ല കേട്ടോ. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ഓൺ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ്. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസിന് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഷെല്ലിന് വ്യത്യാസം ഒന്നും ഉണ്ടാകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഉണ്ടല്ലോ, അപ്പൊ ന്യൂക്ലിയസിന്റെ ആകർഷണബലം എങ്ങനെയായിരിക്കും? ആകർഷണബലം കൂടുകയല്ല ചെയ്തിരിക്കുന്നത്. ഷെല്ലിന് വ്യത്യാസം ഒന്നും ഉണ്ടാകുന്നില്ല. ഇങ്ങോട്ട് പോകുന്നതോറും ഷെൽ നമ്പർ സെയിം തന്നെയാണ്. ഇപ്പൊ ഇവിടെ 2 ആണെങ്കിൽ അവിടെ 2, ഷെൽ നമ്പർ വ്യത്യാസപ്പെടുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെയാണ്? അട്രാക്റ്റീവ് ഫോഴ്സ് കൂടി തന്നെയല്ലേ ഇരിക്കുന്നത്, മനസ്സിലാകുന്നു? ഓരോ പീരീഡിന്റെ കേസിലും ആ പീരീഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെയായിരിക്കും? നല്ലോണം കൂടുതലായിരിക്കും, ശരിയല്ലേ പറയുന്നത്? അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാവുകയാണെങ്കിൽ അയനൈസേഷൻ എൻതാൽപ്പിക്ക് അവിടെ എന്ത് മാറ്റമായിരിക്കും അവിടെ ഉണ്ടാകുന്നത്? ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല, നോ ചേഞ്ച് ഇല്ലേ. ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റം ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ ന്യൂക്ലിയർ എനർജി എങ്ങനെയാണ്? ന്യൂക്ലിയർ എനർജി കൂടുന്നുണ്ട് അല്ലേ. അപ്പം ന്യൂക്ലിയർ എനർജി കൂടുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇല്ലേ, ന്യൂക്ലിയർ എനർജി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലുകളുടെ എങ്ങനെയാണ് അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെയാണ് അവിടെ കൂടുന്നു, ശരിയല്ല? ഔട്ടർ മോസ്റ്റ് ഷെല്ല് പ്രോട്ടോൺസിന്റെ എണ്ണം കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ എന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ കൂടും. അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് കൂടുതലായിട്ടുള്ള എനർജി അവിടെ വേണ്ടി വരികയല്ല അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി അല്ലേ. അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരുപാട് ടൈറ്റ്ലി ബൗണ്ടഡ് ആയിട്ടായിരിക്കും അവിടെ ഇരിക്കുന്നത്, ഇലക്ട്രോൺസ് ടൈറ്റ്ലി ബൗണ്ടഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? നമ്മൾ നല്ലൊരു എനർജി കൊടുക്കേണ്ടി വരും. അതായത് അയനൈസേഷൻ എൻതാൽപ്പി അവിടെ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും, ഇൻക്രീസ് ചെയ്യും. ഹൗ ഡസ് അയനൈസേഷൻ എൻതാൽപ്പി ചേഞ്ച്? അയനൈസേഷൻ എനർജി അവിടെ എങ്ങനെയായിരിക്കും? ഇൻക്രീസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ? അപ്പൊ അതാണ് ഓർക്കേണ്ട കാര്യം കേട്ടോ. ഓൺ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ് കേട്ടോ, ഓർത്തോളൂ കേട്ടോ. ഓൺ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ് എന്താണ്? അയനൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്. അതാണ് നമ്മുടെ പോയിന്റ്. നമ്മൾ ഗ്രൂപ്പിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ താഴോട്ട് വരുന്നതോടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അയനൈസേഷൻ എൻതാൽപ്പി കുറയുവാന്ന് നമ്മൾ പറഞ്ഞു. ഇനി പീരീഡിന്റെ കേസിൽ വരുമ്പോൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് പോവുകയാണ്. അപ്പൊ ഒരു പീരീഡിന്റെ കേസിൽ പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്തോറും എന്താണ് സംഭവിക്കുന്നത്? അയനൈസേഷൻ എൻതാൽപ്പി അവിടെ എങ്ങനെയാണ്? കൂടുകയാണ് ചെയ്യുന്നത്. ഒരു പീരീഡിൽ നിന്ന് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്തോറും അയനൈസേഷൻ എൻതാൽപ്പി അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണ്? ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദി നമ്പർ ഓഫ് ഷെൽസ് ബട്ട് ന്യൂക്ലിയർ എനർജി ഇൻക്രീസസ്. ക്ലിയർ ആണെന്നല്ല പറഞ്ഞത്? ന്യൂക്ലിയർ എനർജി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ attractive force of nucleus on the outermost electron അല്ലെ, attractive force of the nucleus on the outermost electron increases, hence ionization enthalpy increases. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മനസ്സിലായാ പറഞ്ഞത്? അപ്പൊ പീരീഡിന്റെ കേസിൽ വരുമ്പോൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്നതോറും അയനൈസേഷൻ എൻതാൽപ്പി കൂടുന്നു. അതിന് കാരണം എന്താണ്? ദർ ഈസ് നോ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ഷെൽസ്. പിന്നെ എന്ത് പറയാം? ന്യൂക്ലിയർ എനർജി ഇൻക്രീസസ് അല്ലെ, ന്യൂക്ലിയർ എനർജി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ന്യൂക്ലിയസ് ഓൺ ദ outermost electron also increases. That is the reason. ക്ലിയർ ആയല്ലോ? ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇരിക്കുക.
ഈ രണ്ട് കാര്യങ്ങളും കേട്ടോ. അപ്പൊ ഇതിന്റെ നമുക്കൊരു നോട്ടായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ അതിന്റെ ഒരു നോട്ട് നമ്മൾ പറയുവാണെങ്കിൽ അക്രോസ് എ പീരീഡ് കേട്ടോ, അതായത് ലെഫ്റ്റ് ടു മൂവിങ് ഫ്രം ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് ഇല്ലേ, പീരീഡിന്റെ കേസിൽ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ദർ ഈസ് നോ ചേഞ്ച് കേട്ടോ, നോ ചേഞ്ച് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഷെല്ലിന് ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ന്യൂക്ലിയർ ഇൻക്രീസസ് ലീഡിങ് ടു ഗ്രേറ്റർ ന്യൂക്ലിയർ ചാർജ്. പ്രോട്ടോണിന്റെ എണ്ണം കൂടുകയല്ല ചെയ്യുന്നത്, മനസ്സിലാവുന്നുണ്ടോ? പ്രോട്ടോണിന്റെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഷെല്ലിന് വ്യത്യാസം ഒന്നും ഉണ്ടാകുന്നില്ല. ആ ഒരു പീരീഡിന്റെ കേസിൽ വരുമ്പോൾ പ്രോട്ടോണിന്റെ എണ്ണം അവിടെ കൂടും, അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ ചാർജ് അവിടെ കൂടും. അപ്പൊ എന്ത് സംഭവിക്കും? ന്യൂക്ലിയർ ചാർജ് കൂടുക, നമ്മൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ബലം പ്രയോഗിക്കേണ്ടി വരും, എനർജി പ്രയോഗിക്കേണ്ടി വരും ആ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി. ദ സ്ട്രോങ്ങർ പോസിറ്റീവ് ചാർജ് പുൾസ് ദ ഇലക്ട്രോൺ ക്ലോസർ ടു ദ ന്യൂക്ലിയസ് ആൻഡ് ഹോൾഡ്സ് ദം മോർ ടൈറ്റ്ലി. അല്ലേ, പ്രോട്ടോൺസ് ഉണ്ട്, അപ്പം ഇലക്ട്രോൺ എന്താണ് ന്യൂക്ലിയസിനോട് നല്ലോണം ടൈറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് മോർ എനർജി ഈസ് റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ, സോ അയനൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്. മനസ്സിലായല്ലോ? അപ്പൊ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് പോകുന്നതോറും, കൃത്യമായിട്ട് ഓർത്തണം, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്നതോറും അയനൈസേഷൻ എൻതാൽപ്പി എങ്ങനെയാണ്? കൂടുവാണ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണ്? ന്യൂക്ലിയർ എനർജി കേട്ടോ, ഓർത്തണം കേട്ടോ, ന്യൂക്ലിയർ എനർജി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ലേ, അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെയാണ്? അവിടെ കൂടും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അല്ലേ ഇലക്ട്രോൺസ് വാട്ടറിലെ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടും. അതിന്റെ ഫലമായിട്ട് അയനൈസേഷൻ എനർജി അവിടെ കൂടും. ഈ 2 പോയിന്റ് കേട്ടോ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇരിക്കുക. ഒന്നുകൂടെ നമുക്ക് ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതാ നോക്കിയേ, ഡൗൺ എ ഗ്രൂപ്പ് നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, താഴോട്ട് വരുന്തോറും ഇല്ല, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അട്രാക്റ്റീവ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അയനൈസേഷൻ എനർജി എങ്ങനെയാണ്, അല്ലെങ്കിൽ അയനൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി അക്രോസ് എ പീരീഡ് നമ്പർ ഓഫ് ഷെൽസ് എങ്ങനെയാണ്? നമ്പർ ഓഫ് ഷെൽസിന് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. ന്യൂക്ലിയർ ചാർജ് അവിടെ കൂടുന്നുണ്ട്, അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെയാണ്? കൂടുവാണ് ചെയ്യുന്നത്. അയനൈസേഷൻ എൻതാൽപ്പി അവിടെ കൂടുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഡൗൺ എ ഗ്രൂപ്പ് ആവുകയാണെങ്കിൽ ഈസിലി ടു ലൂസ് ഇലക്ട്രോൺസ്, അതായത് അയനൈസേഷൻ എൻതാൽപ്പി അവിടെ കുറവാണ്. അക്രോസ് എ പീരീഡ് ആവുകയാണെങ്കിൽ ഹാർഡർ ടു ലൂസ് ഇലക്ട്രോൺസ്, ബുദ്ധിമുട്ടാണ്, ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൂടുതൽ എനർജി വേണം, അതായത് അയനൈസേഷൻ എൻതാൽപ്പി അവിടെ കൂടുതലായിട്ട് വേണം. മനസ്സിലായല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ വേർ ക്യാൻ യു ലൊക്കേറ്റ് ദ എലമെന്റ്സ് വിത്ത് കമ്പാരിറ്റീവ്ലി ലോ അയനൈസേഷൻ എനർജി ഇൻ ദ പീരിയോഡിക് ടേബിൾ? പീരിയോഡിക് ടേബിൾ ലോ അയനൈസേഷൻ എനർജി എവിടെയായിരിക്കും കാണുന്നത്? ഏറ്റവും ഫസ്റ്റ് ഗ്രൂപ്പിന്റെ അല്ലേ, ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ഏറ്റവും താഴെയല്ലേ കാണുന്നത് അല്ലെ? ഫസ്റ്റ് ഗ്രൂപ്പിൽ ലാസ്റ്റ് ഇല്ലേ, ലാസ്റ്റ് വൺ എന്ന് പറയാം അല്ലേ? ഫസ്റ്റ് ഗ്രൂപ്പിൽ ലാസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ബിലോ എന്ന് പറയാം ഇല്ല, ലെഫ്റ്റ് ബിലോ എന്ന് പറഞ്ഞാൽ ഏതാണ്? സീസിയം ഫ്രാൻസിയം ഒക്കെ വരികയല്ലോ, സീസിയം ആൻഡ് ഫ്രാൻസിയം, ഇതിനൊക്കെ ആയിരിക്കും എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ലോ അയനൈസേഷൻ എനർജി. ഫസ്റ്റ് ഗ്രൂപ്പിന് ലാസ്റ്റ് സീസിയം ഫ്രാൻസിയത്തിനൊക്കെ ആയിരിക്കും എന്നാണ് ലോ അയനൈസേഷൻ എനർജി വരുന്നത് കേട്ടോ. അതെവിടെ? സീസിയം ആൻഡ് ഫ്രാൻസിയം ആർ ദ എലമെന്റ്സ് ഹാവിംഗ് ദ ലീസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി. ഓർത്തോളൂ കേട്ടോ, ലീസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി ഉള്ള ഏതിനൊക്കെയാണ്? സീസിയത്തിനും ഫ്രാൻസിയത്തിനുമാണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നോക്കി, അങ്ങനെയാണെങ്കിൽ വേർ ആർ ദി എലമെന്റ്സ് ഹാവിംഗ് ജനറലി ഹയർ അയനൈസേഷൻ എൻതാൽപ്പി പ്ലേസ്ഡ് ഇൻ ദി പീരിയോഡിക് ടേബിൾ? എവിടെയായിരിക്കും പീരിയോഡിക് ടേബിൾ കൂടുതലായിട്ടുള്ള അയനൈസേഷൻ എൻതാൽപ്പി കൂടുതൽ എവിടെയായിട്ടുള്ളതായിരിക്കും? റൈറ്റ് അല്ലേ, റൈറ്റ്. എവിടെയാണ്? റൈറ്റ് എബോവ് അല്ലേ വരുന്നത്? ഗ്രൂപ്പില്ലേ, ഏത് ഗ്രൂപ്പാണ്? ഗ്രൂപ്പ് 18 ഇല്ലേ, 18ാമത്തെ ഗ്രൂപ്പിൽ വരും ഇല്ലേ. അതൊക്കെയാണ് അവിടെ എന്താണ് ഹയസ്റ്റ് എന്താണ് അയനൈസേഷൻ എൻതാൽപ്പി ഉള്ളത്. ക്ലിയർ ആണ്? പീരിയോഡിക് ടേബിളിലെ ലാസ്റ്റ് വരുമ്പോൾ അല്ലേ, റൈറ്റ് എബോവ് അവിടെയാണ് ഹയസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി വരുന്നത്. അതായത് ഗ്രൂപ്പ് ഏതാണ്? 18ാമത്തെ ഗ്രൂപ്പിന്റെ കേസിൽ. ക്ലിയർ ആയല്ലോ? ഇതാ നോക്കുക, നൗ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് അയനൈസേഷൻ എൻതാൽപ്പി ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ഈസ് റിലേറ്റീവ്ലി ലോവർ ദാൻ ദാറ്റ് ഓഫ് ദി എലമെന്റ്സ് ഓഫ് അതർ ബ്ലോക്ക്. ക്ലിയർ ആയല്ലോ? അപ്പം ഏറ്റവും കുറവ് അയനൈസേഷൻ എൻതാൽപ്പി ഏത് ഗ്രൂപ്പിനാണ്? എസ് ബ്ലോക്ക് ഇല്ലേ. ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും വരുന്ന ഏതിലാണ് വരുന്നത്? എസ് ബ്ലോക്കിലല്ല വരുന്നത്. മനസ്സിലാവുന്നല്ലോ? അപ്പം എസ് ബ്ലോക്കിലായിരിക്കും ലോവർ അയനൈസേഷൻ എനർജി ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ കേസിൽ വരുവാണെങ്കിൽ ഏറ്റവും താഴെ അല്ലെ സീസിയം ഫ്രാൻസിയം ഒക്കെ വരുന്നില്ല, ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും വരുമ്പോൾ സീസിയം ഫ്രാൻസിയം ഒക്കെ വരുമ്പോൾ അതിനായിരിക്കും ഏറ്റവും കുറവ് അയനൈസേഷൻ എൻതാൽപ്പി ഉള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി വിച്ച് ഫാമിലി ഓഫ് എലമെന്റ്സ് ആർ ദ ഹയസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി? ഏത് ഫാമിലിയിലായിരിക്കും ഹയസ്റ്റ് എന്താണ് അയനൈസേഷൻ എൻതാൽപ്പി വരുന്നത്? ഗ്രൂപ്പ് 18 വരുമ്പോൾ ഏതാണ്? നോബിൾ ഗ്യാസ് വരികയല്ലേ, ഗ്രൂപ്പ് 18 ഇല്ലേ, ഗ്രൂപ്പ് 18 ആണ്. അതായത് നോബിൾ ഗ്യാസിന്റെ കേസിൽ വരുമ്പോൾ അല്ലെ, നോബിൾ ഗ്യാസ് ഫാമിലിയിൽ വരുമ്പോഴാണ് ഹയസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി വരുന്നത്. ഏത് ഫാമിലിയിലാന്ന് ചോദിച്ചാൽ നോബിൾ ഗ്യാസ് കേട്ടോ, അതിലായിരിക്കും ഹയസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി, അതായത് ഗ്രൂപ്പ് 18.
ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് അയനൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. അതായത് എസ് ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ടല്ലോ, എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റും ഇല്ലേ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് ഇല്ലേ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ എന്താണ് സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. അറിയാലോ, അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിലും സെക്കൻഡ് ഗ്രൂപ്പിലും വരുന്ന ഏതൊക്കെയാണ്? ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആണ് ഇല്ലേ എസ് ബ്ലോക്കിൽ വരുന്നത്. അതായത് ഫസ്റ്റ് ഗ്രൂപ്പിലും സെക്കൻഡ് ഗ്രൂപ്പിലും വരുന്ന ഏതൊക്കെയാണ്? ആൽക്കലി മെറ്റൽസ് ഇല്ലേ, ആൽക്കലി മെറ്റൽസും അതുപോലെ തന്നെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ ആൽക്കലി മെറ്റൽസ് ആണ്, സെക്കൻഡ് ഗ്രൂപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നോക്കിയേ, ഇവിടെ നോക്കിയേ, ഇൻ ദീസ് എലമെന്റ്സ് ഇലക്ട്രോൺസ് ഓഫ് വിച്ച് സബ്ഷെൽ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. അപ്പം ഈ ഫസ്റ്റ് ഗ്രൂപ്പിലും സെക്കൻഡ് ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ഉണ്ടല്ലോ, അപ്പം അതിൽ ഏത് സബ്ഷെല്ലായിരിക്കും കെമിക്കൽ റിയാക്ഷൻ അവിടെ വരുന്നത്? എസ് അല്ലേ? അപ്പൊ ഏതായിരിക്കും? എസ് സബ്ഷെല്ലല്ലേ അവിടെ വരുന്നത്. സപ്പോസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാ? സോഡിയം എടുക്കാം. സോഡിയത്തിന് നമുക്ക് എപ്പോഴും പരിചയമുള്ള ഏതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2 അല്ലേ, 2s2, പിന്നെ ഏതാണ് 2p6, പിന്നെ ഏത് വരും? 3s1 വരും ഇല്ലേ. നമുക്കിത് അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ, എപ്പോഴും ചെയ്യുന്നതാണ്, അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തോട്ടെ സോഡിയം എടുത്ത്. അപ്പൊ ഇത് നോക്കിയാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഏതാണ് വരുന്നത്? എസ് ആണ് വരുന്നത്. മനസ്സിലല്ലേ? സബ്ഷെൽ ഏതാണ് വരുന്നത്? എസ് സബ്ഷെല്ലല്ലേ വരുന്നത്. അപ്പം ഈ ആൽക്കലി മെറ്റൽസിനും ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അല്ലെങ്കിൽ എസ് ബ്ലോക്കിൽ സബ്ഷെൽ ഏതാണ് വരുന്നത്? എസ് ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ബാഹിരമ എസ് ഇലക്ട്രോൺസിന് എന്താണ് അവിടെ സംഭവിക്കുന്നത്? അപ്പം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്ന ഏതാണ്? എസ് ഇല്ല, എസ് ആണ് നമ്മൾ പറഞ്ഞു, അതായത് എസ് സബ്ഷെല്ലാണ് വരുന്നത്. അപ്പം എസ് സബ്ഷെല്ലിൽ വരുമ്പോൾ അത് എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഡൊണേറ്റ് ചെയ്യുവാണോ, അക്സെപ്റ്റ് ചെയ്യുവാണോ, ഷെയർ ചെയ്യുവാണോ ചെയ്യുന്നത്? When S block elements take part in chemical reactions, the electrons of outermost subshell electrons എന്ത് ചെയ്യും? ഇപ്പൊ 3s1 ആണ് വന്നത് ഇല്ലേ, 3s1 ആണ് വന്നത്. അപ്പൊ നമ്മൾ നോർമലി എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളൂ. അപ്പൊ നോർമലി എന്ത് ചെയ്യും? അതിനെ ഡൊണേറ്റ് ചെയ്യും ഇല്ലേ, വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്, ഡൊണേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലേ. ഡൊണേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഒരു പേര് പറയും, കഴിഞ്ഞ വർഷം പഠിച്ചതാണെന്നാണ്, ഓക്സിഡേഷൻ. വിട്ടുകൊടുക്കുന്നു ഇല്ലേ. ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്സിഡേഷനിലാന്ന് പറയും ഇല്ലേ. ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ വർഷം പഠിച്ചത്? ഓക്സിഡേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം അങ്ങനെ ആവുകയാണെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ. എസ് ബ്ലോക്കിലുള്ള കോമ്പൗണ്ട്സിന്റെ നമുക്ക് അല്ലെങ്കിൽ എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ. എന്താ നോക്കിയാൽ സോഡിയം ക്ലോറൈഡിലെ സോഡിയം ഇല്ലേ, സോഡിയം എന്താ നോക്കിയാൽ എസ് ബ്ലോക്കിലുള്ളതല്ലേ, സോഡിയം എസ് ബ്ലോക്കിലുള്ളതാണ്. സോഡിയത്തിന് നമ്മൾ ഓൾറെഡി എഴുതി ഇല്ലേ. ഏതാണ് അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്? ഒരു ഇലക്ട്രോൺ ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത് ഇല്ല. അപ്പൊ എന്ത് വരും? അതിനെ വിട്ടുകൊടുക്കും. അതുകൊണ്ട് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതായിരിക്കും? ഓർക്കുന്നുണ്ടോ? +1 ഇല്ലേ, +1 ആണ് സോഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. ശരിയല്ലേ? ക്ലോറിൻ എസിൽ വരുന്ന അല്ലല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല. ഇപ്പൊ അതാ നോക്കിയാൽ സോഡിയത്തിന് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ഇൻ ദ കോമ്പൗണ്ട്സിലെ എസ് ബ്ലോക്ക് എലമെന്റ്സ്. സോഡിയം ഇല്ല, സോഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണ്? +1 ആണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഇനി അതുപോലെ തന്നെ ഇല്ലേ, എം ജി എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്നതാണ് അല്ലേ. ഓർക്കുന്നുണ്ടോ? സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്നതാണ്. മഗ്നീഷ്യത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുവാണെങ്കിൽ ഏത് രീതിയിൽ എഴുതാം? മഗ്നീഷ്യത്തിന്റെ 12 അല്ലേ വരുന്നത്. മഗ്നീഷ്യം എന്ന് പറയുമ്പോൾ 12 ആണ് ആറ്റോമിക് നമ്പർ വരുന്നത്. അപ്പൊ എങ്ങനെയാണ്? 282 എന്നല്ലേ വരുന്നത്. അല്ലെങ്കിൽ 1s2 ഇല്ല, 1s2, 2s2 ഇല്ല, 2p6, പിന്നെ 3s2 വരും ഇല്ലേ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു? അപ്പൊ എങ്ങനെയാണ് ലാസ്റ്റ് എത്രയാണ്? എസ് സബ് ഷെല്ലിൽ വരുമ്പോൾ ഏതാണ്? 2 ആണ് വന്നില്ല. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലാണ് 2 ഇലക്ട്രോൺ ആണ് വരുന്നത്. അപ്പം മഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +2 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്താ നോക്കിയാ, ദ എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് 1 and 2 എക്സിബിറ്റ് +1 and +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ എന്താണ്? ഗ്രൂപ്പ് 1ലും ഗ്രൂപ്പ് 2ലും വരും. അതായത് എസ് ബ്ലോക്കിൽ കേട്ടോ, എസ് ബ്ലോക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2ൽ വരുന്ന എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? +1 ആയിരിക്കും, +2 ആയിരിക്കും. ഗ്രൂപ്പ് 1ന്റെ ആണെങ്കിൽ +1 ആയിരിക്കും, ഗ്രൂപ്പ് 2ന്റെ ആണെന്നുണ്ടെങ്കിൽ +2 ആയിരിക്കും. ക്ലിയർ ആയാ പറഞ്ഞത്? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എഴുതുന്നത്. എസ് ബ്ലോക്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുവാണെങ്കിൽ ഓർക്കുക, എസ് ബ്ലോക്കിലുള്ള എലമെന്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വെച്ച് നോക്കുക അല്ലേ. അപ്പൊ എത്രയാണ് വരുന്നത് അനുസരിച്ചിട്ട് അത് എഴുതുക. അപ്പം ഗ്രൂപ്പ് 1ലും 2ലും എങ്ങനെയായിരിക്കും? +1ഉം +2 ആയിരിക്കും അവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ?
ഇനി എസ് ബ്ലോക്കിന്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എസ് ബ്ലോക്ക് സാധാരണയായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ് കേട്ടോ, ഓർത്തിരിക്കുക കേട്ടോ. ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പിലും ഒക്കെയുള്ള എലമെന്റ്സ് ഉണ്ടല്ലോ, അതെല്ലാം എന്താണ് സോളിഡ് സ്റ്റേറ്റിലാണ് ജനറലി എക്സിസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ എന്താ നോക്കുക, സീസിയം മീൻസ് മെറ്റൽ ആണ്, ഹാവിങ് വെരി ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് കേട്ടോ. സീസിയം എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ ആണ്. മെറ്റൽ സോളിഡ് സ്റ്റേറ്റിലാണ് എസ് ബ്ലോക്കിലുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞു. എസ് ബ്ലോക്കിലെ ഒരു എലമെന്റ് ആണ് സീസിയം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സീസിയം ഒരു മെറ്റൽ ആണ്, സോളിഡ് ആണ്, പക്ഷെ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയാണ്, വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത് വാം ഡേയ്സ്, ചൂടുള്ള സമയം ഉണ്ടല്ലോ, ചൂടുള്ള സമയത്തിൽ അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് അത് എക്സിസ്റ്റ് ചെയ്യും. ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും അത് നിൽക്കുന്നത്. അത് ഓർത്തിരിക്കുക കേട്ടോ. എസ് ബ്ലോക്കിലുള്ള എലമെന്റ്സ് ജനറലി സോളിഡ് സ്റ്റേറ്റ് ആണ്. പക്ഷെ വാം ഡേയ്സിലൊക്കെ ചോദിക്കാം കേട്ടോ, 1 മാർക്കിനൊക്കെയാണ്. വാം ഡേയ്സിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കോമ്പൗണ്ട് അല്ലെങ്കിൽ എലമെന്റ് ഏതാണെന്ന് ചോദിക്കാം കേട്ടോ. ലിക്വിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റ് ഏതാണ്? സീസിയം ആണ്. അതിന് കാരണം എന്താണ്? ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് റീസൺ. ക്ലിയർ ആയാലോ? അതുപോലെയുള്ള എലമെന്റ്സ് ഫ്രാൻസിയം, റേഡിയം കേട്ടോ. ഫ്രാൻസിയം, റേഡിയം ഒക്കെ ഏതാണ്? ഫസ്റ്റ് ഗ്രൂപ്പ്. ഫ്രാൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നതല്ലേ ഫ്രാൻസി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ റേഡിയം സെക്കൻഡ് ഗ്രൂപ്പിലെ അവസാനത്തിൽ ഇതിൽ വരുന്നതാണ്. അപ്പൊ ഇത് രണ്ടും എന്താണ്? അത് റേഡിയോ ആക്റ്റീവ് ആണ് കേട്ടോ. സോളിഡ് സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് റേഡിയോ ആക്ടിവിറ്റി ഉള്ള എലമെന്റ്സ് ആണ് കേട്ടോ. അത് ഓർത്തിരിക്കും കേട്ടോ. ഫ്രാൻസിയം, റേഡിയോ എന്നീ മൂലകങ്ങൾ റേഡിയോ ആക്റ്റീവ് സ്വഭാവം പ്രകടിപ്പിക്കുന്നവയാണ് കേട്ടോ. അപ്പം അതും ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എസ് ബ്ലോക്ക് എലമെന്റിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഓക്സീകരണാവസ്ഥ എങ്ങനെയാണ്? +1ഉം +2 ആയിരിക്കും. അത് സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. പക്ഷെ ലിക്വിഡ് സ്റ്റേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ഏതാണ്? CC ആണ്. റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഏതൊക്കെയാണ്? ഫ്രാൻസിയോ, റേഡിയോ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ്. അതും നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് പോകാം കേട്ടോ. പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതാ നോക്കിയേ. പി ബ്ലോക്ക് എലമെന്റ്സ് ഏതൊക്കെയാണ്? അതാ നോക്കുക കേട്ടോ. 13 തൊട്ട് 18 വരെയുള്ളതാണല്ലോ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതവിടെ നോക്കിയാൽ മെറ്റൽസ് ഉണ്ട്. മെറ്റൽസ് ആണ് കേട്ടോ. ഈ ബ്ലൂവിൽ കൊടുത്തിരിക്കുന്ന എല്ലാം മെറ്റൽസ് ആണ്. ദെൻ പച്ചയുണ്ടല്ലോ, പച്ചയിൽ കൊടുത്തിരിക്കുന്നത് നോൺ മെറ്റൽസ് ആണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്നത് മെറ്റലോയിഡ്സുകളാണ്. അത് ഉപലോഹങ്ങളൊക്കെ അല്ലേ. മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഉപലോഹങ്ങളൊക്കെ. പിന്നെ മറ്റുണ്ടല്ലോ ഈ കളറിൽ കൊടുത്തിരിക്കുന്ന ഒരു പിങ്ക് കളറിൽ, അത് നോബിൾ ഗ്യാസസ് ആണ് കേട്ടോ. ഉത്കർഷവാതകങ്ങളാണ് ഈ 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്നത്. മനസ്സിലായല്ലോ? അപ്പം അതാണ് ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണല്ലോ പി ബ്ലോക്ക് എലമെന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ പി ബ്ലോക്ക് എലമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഓക്കെ, വിച്ച് ആർ ദ ഗ്രൂപ്പ്സ് ദാറ്റ് ഇൻക്ലൂഡ് പി ബ്ലോക്ക് എലമെന്റ്സ്? പി ബ്ലോക്ക് എലമെന്റ്സ് ഉൾപ്പെടുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? 13, 14, 15, 16, 17, 18. അപ്പൊ ഇത്രയും ഗ്രൂപ്പുകളല്ലേ പി ബ്ലോക്കിൽ ഉൾപ്പെടുന്നത്. മനസ്സിലായല്ലോ? പി ബ്ലോക്ക് എലമെന്റ്സ് ഇൻക്ലൂഡ് മെറ്റൽ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? മെറ്റൽ ഉണ്ട് ഇല്ലേ, മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് അല്ലേ. മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു എന്താണ്, ലോഹങ്ങളും ഉപലോഹങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതാണ് മെറ്റലോയിഡ്സ്. ഇതെല്ലാത്തിലും ഉൾപ്പെടുന്നതാണ്. ദീസ് എലമെന്റ്സ് എക്സിസ്റ്റ് ഇല്ലേ. മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഉപലോഹങ്ങൾ അല്ലേ, അതിൽ പെടുന്നതാണ്. ദീസ് എലമെന്റ്സ് എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്. സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് സ്റ്റേറ്റിലൊക്കെ അത് കാണപ്പെടുന്നുണ്ട്. ല്ലോ അപ്പൊ ഓർത്തിരിക്കുക കേട്ടോ. അപ്പം പി ബ്ലോക്കിൽ എലമെന്റ്സിൽ വരുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? 13 തൊട്ട് 18 വരെയുള്ള. അതിൽ മെറ്റൽസും വരാം, നോൺ മെറ്റൽസും വരാം, മെറ്റലോയിഡ്സും വരാം. അത് സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് സ്റ്റേറ്റിലൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് എഴുതി നോക്കാം. പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് എഴുതി നോക്കാം. അപ്പം അതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊണേറ്റ് ചെയ്യുക അല്ലേ. ഓക്സിഡേഷൻ ഡൊണേറ്റ് ചെയ്യാന്നല്ലേ, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഓക്സിഡേഷൻ ഡൊണേറ്റ് ചെയ്യാന്നാണ്. വേറൊരു കാര്യമുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? റിഡക്ഷൻ. അക്സെപ്റ്റ് ചെയ്യുന്നതിന് റിഡക്ഷൻ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഡൊണേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പോസിറ്റീവ് വെച്ചിട്ടാണ് കേട്ടോ. പോസിറ്റീവ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡൊണേഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ റിഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് റിഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അക്സെപ്റ്റ് കേട്ടോ. റിഡക്ഷൻ എന്ന് വെച്ചാൽ അക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക കേട്ടോ. അതിനെ നമ്മൾ നെഗറ്റീവ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ് തന്നിരിക്കുന്ന കോമ്പൗണ്ട്സ് ഉണ്ടല്ലോ, ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം എന്താണ്? ഹൈഡ്രജൻ. ഹൈഡ്രജനെ നമുക്കറിയാം ഇല്ല, ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നതാണ്. അതുകൊണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് വരുന്നത്? 1 ആണ്, +1 ആണ് വരുന്നത്. ഫ്ലൂറിൻ ഇല്ലേ. ഫ്ലൂറിൻ നോക്കിയാൽ എവിടെയാണ് വരുന്നത് നോക്കിയാൽ, ഫ്ലൂറിൻ അവിടെ വന്നില്ലേ, 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ് ഫ്ലൂറിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇല്ലേ. ഫ്ലൂറിന്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? ഫ്ലൂറിന്റെ ആറ്റോമിക് നമ്പർ എത്രയാ? 7 അല്ലേ വരുന്നത്? സോറി 9 അല്ലേ. ഫ്ലൂറിന്റെ 9 ആണ് ആറ്റോമിക് നമ്പർ വരുന്നത്. അപ്പൊ നോക്കുക, 2ഉം 7ഉം ഇല്ലേ. 2ഉം 7 ആണ്. അപ്പൊ ഒക്ടേറ്റ് പൂർത്തിയാണെങ്കിൽ ഒരെണ്ണം കൂടെ വേണ്ടേ?
ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്രയാണ് 7 ഇല്ലേ, 7 ഇലക്ട്രോൺ ആണുള്ളത് ഇല്ല, ഒരെണ്ണം കൂടെ വന്നാലുള്ള 8 ആവത്തുള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും, ഒരെണ്ണം സ്വീകരിക്കും, അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ സ്വീകരിക്കുമ്പോൾ എന്തായിട്ട് മാറും, നെഗറ്റീവ് ഇല്ല. അപ്പൊ എന്താണ്, എങ്ങനെ എഴുതാം, -1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഫ്ലൂറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണ്, -1 ആണ്. ക്ലിയർ ആയാ പറഞ്ഞത്? അപ്പം ഫ്ലൂറിനോട് അക്സെപ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്, -1 വന്നു. ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യൂലേ ചെയ്യുന്നത്, അപ്പം എന്താണ് വന്നിരിക്കുന്നത്, -1 വന്നു. ക്ലിയർ ആയല്ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതിയിരിക്കുന്നത്. ഇനി നോക്കിയാൽ അലൂമിനിയം ഓക്സിജനും ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, അലൂമിനിയത്തിന്റെ കേസിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ +3 ആണ് കേട്ടോ വരുന്നത്, +3 ആണ് വരുന്നത് അലൂമിനിയത്തിന്റെ കേട്ടോ. അത് 2,8 അലൂമിനിയം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, അലൂമിനിയത്തിന്റെ 13 അല്ലേ വരുന്നത്. 13 വരുമ്പം നമുക്ക് എങ്ങനെ എഴുതാം, 2, 8, 3 എന്ന് വരും അല്ലേ, 2, 8, 3 എന്നാണ് വരുന്നത്. അപ്പൊ ഇതാ നോക്കിയാ, അപ്പൊ എനിക്ക് ലാസ്റ്റ് 3 അല്ലേ വന്നു, ആ 3 ഇവിടെ ഡൊണേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്, അലൂമിനിയത്തിന്റെ +3 വന്നു. ഇനി ഓക്സിജന്റെ കേസിൽ വരുമ്പോഴോ, ഓക്സിജന്റെ കേസിൽ വരുമ്പോൾ നമുക്കറിയാം, ഓക്സിജന്റെ കേസിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾ പഠിച്ചതാണ് അല്ലേ. ഓക്സിജന്റെ കേസിൽ വരുമ്പോൾ ഇതാണ് -2 ആണ് വരുന്നത്. അപ്പൊ അലുമിനിയം എന്ന് പറഞ്ഞിരിക്കുന്നത് P ബ്ലോക്കിൽ വരുന്നതല്ലേ, അതാ ഇവിടെ കൊണ്ട് അലുമിനിയം കിടക്കുന്നുണ്ട്, P ബ്ലോക്കിൽ വരുന്നതാണ്. അപ്പൊ അലുമിനിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്, ഓക്സിജന്റെ -2 ആണ്. നിങ്ങൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണല്ലേ, 4th or 5th ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ രീതിയിലാണ് നമ്മളിവിടെ എഴുതുന്നത്. ഇനി സൾഫർ ഡയോക്സൈഡ്, സൾഫർ എന്താ നോക്കിയേ വരുന്നതല്ലേ, സൾഫർ അതാണ് 16ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ് സൾഫർ അല്ലേ. സൾഫറിന്റെ അപ്പൊ എത്ര വരും, ഓക്സിജന് നമുക്കറിയാം -2 ആണ് അല്ലേ, -2 ആണ് വരുന്നത്. സൾഫറിന് എത്ര വരും, +4 വരും അല്ലേ, +4 ആണ് സൾഫറിന്റെ ഓക്സീകരണാവസ്ഥ അവിടെ വരുന്നത്. ഇവിടെ ഓക്സിജൻ എത്രയാണ് വന്നിരിക്കുന്നത്, 2 അല്ലേ വന്നിരിക്കുന്നത്, 2 ഓക്സിജൻ മോളിക്യൂളുണ്ട്. അപ്പോൾ O2 ആണ്, സൾഫറിന്റെ +4 ആണ് വരുന്നത്. അല്ലെങ്കിൽ സൾഫറിന്റെ ആറ്റോമിക് നമ്പർ എത്ര വരും, 16 അല്ലേ വരുന്നത്. അപ്പം 286 എന്ന് വരും. ക്ലിയർ ആയല്ലോ. അപ്പം 4 ആണ്, +4 ആണ് സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതാ നോക്കുക, ഈ P ബ്ലോക്ക് ഉണ്ടല്ലോ, P ബ്ലോക്ക് എന്താണ്, പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട്, മനസ്സിലായല്ലോ. അപ്പൊ P ബ്ലോക്കിൽ വരുമ്പോൾ അതാണ് പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട്. ഓക്സിജൻ ഒക്കെ വരുന്നതല്ല, ഓക്സിജൻ എന്താന്ന് നോക്കിയാൽ ഓക്സിജൻ 16ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതല്ലേ. അപ്പം അത് P ബ്ലോക്കിൽ വരുന്നതാണ്. അവിടെ നിന്നാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതൊക്കെ രീതിയിൽ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, പോസിറ്റീവും നെഗറ്റീവും എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ കണ്ടു ഫസ്റ്റ് ഗ്രൂപ്പില് അല്ലെ, ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ S ബ്ലോക്ക്, ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ എന്താണ്, ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ്, അതായത് S ബ്ലോക്കിൽ വരുമ്പോൾ എങ്ങനെയാണ്, +1ഉം +2 ആണ് വരത്തുള്ളൂ അവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതേസമയം P ബ്ലോക്കിൽ വരുമ്പോൾ എങ്ങനെയാണ്, പോസിറ്റീവും അല്ലെ, പോസിറ്റീവും നെഗറ്റീവും വരാം. P ബ്ലോക്ക് മൂലകങ്ങൾ പോസിറ്റീവ് ഓക്സീകരണാവസ്ഥയും അതുപോലെ തന്നെ നെഗറ്റീവ് ഓക്സീകരണാവസ്ഥയും അവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. ഇനി എന്താണ്, അപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഗാലിയം ഈസ് ആൻ എലമെന്റ് ഹാവിംഗ് എ വെരി ലോ മെൽറ്റിംഗ് പോയിന്റ്. ഗാലിയം എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ആണ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഓൺ വാം ഡേയ്സ് ഇറ്റ് എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. വാം ഡേയ്സിൽ അത് ലിക്വിഡ് സ്റ്റേറ്റിൽ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പൊ എസ് ബ്ലോക്ക് ആൻഡ് P ബ്ലോക്ക് എലമെന്റ്സ് ആർ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. അപ്പൊ ഓർത്തിരിക്കുക, S ബ്ലോക്കും P ബ്ലോക്കും ആണ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. S ബ്ലോക്കിന്റെ P ബ്ലോക്കിന്റെയും പ്രത്യേകതകള്. S ബ്ലോക്കിലാവുകയാണെന്നുണ്ടെങ്കിൽ +1 +2 ഓക്സീകരണാവസ്ഥ വരുന്നുണ്ട്. P ബ്ലോക്കിലാവുകയാണെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും രണ്ടും വരുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. അവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഈസ് അയനൈസേഷൻ എൻതാൽപ്പി ലോവർ ഫോർ S ബ്ലോക്ക് എലമെന്റ്സ് ഓർ P ബ്ലോക്ക് എലമെന്റ്സ്? വൈ? അയനൈസേഷൻ എൻതാൽപ്പി കുറവ് വരുന്നത് P ബ്ലോക്ക് എലമെന്റിനാണോ S ബ്ലോക്ക് എലമെന്റിനാണോ അയനൈസേഷൻ എൻതാൽപ്പി കുറവ് വരുന്നത്? S ബ്ലോക്കിനല്ലേ, S ബ്ലോക്കിനാണല്ലോ. മനസ്സിലാവുന്ന, S ബ്ലോക്കിനാണ് അയനൈസേഷൻ എൻതാൽപ്പി കുറവ് വരുന്നത്. അതിന് റീസൺ എന്താണ്? S ബ്ലോക്കിൽ എങ്ങനെയാണ്, താഴേക്ക് വരുന്നതോറും എന്താണ് സംഭവിക്കുന്നത്, ലാർജ് സൈസ് എലമെന്റ്സ് അല്ലേ. P ബ്ലോക്കിൽ എങ്ങനെയാണ്, സൈസ് കൂടുതലാവുന്നുണ്ടോ? P ബ്ലോക്കിന്റെ കേസിൽ സൈസ് അവിടെ എന്താണ്, സൈസ് ഒന്നും അവിടെ കൂടുന്നില്ല. പക്ഷെ S ബ്ലോക്കിന്റെ കേസിൽ വരുമ്പോൾ എന്താണ്, സൈസ് കൂടുന്നുണ്ട് അല്ലേ, ഷെല്ലിന്റെ നമ്പർ കൂടുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് അയനൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കുറവ് വരുന്ന ഏതിനാണ്, എന്താണ്, S ബ്ലോക്കിനാണ്. ക്ലിയർ ആയല്ലോ. റീസൺ ആയിട്ട് നമുക്ക് എന്ത് പറയാം, ലാർജ് ഷെല്ലെന്നോ അല്ലെങ്കിൽ ലാർജ് സൈസ് എന്ന് പറയാം കേട്ടോ. ലാർജ് സൈസ് എലമെന്റ്സ് എന്ന് പറയാം കേട്ടോ. ലാർജ് സൈസ് എലമെന്റ്സ് എവിടെയാണ്, ലാർജ് സൈസ് എലമെന്റ്സ് ആർ പ്രസന്റ് ഇൻ, എവിടെയാണ്, പ്രസന്റ് ഇൻ S ബ്ലോക്ക്. S ബ്ലോക്കിലാണ് ലാർജ് സൈസ് എലമെന്റ്സ് ഉള്ളത്. P ബ്ലോക്കിൽ എങ്ങനെയാണ്, അധികം കമ്പയർ ചെയ്യുമ്പോൾ P ബ്ലോക്കിലാണെങ്കിൽ ലാർജ് സൈസ് എലമെന്റ്സ് S ബ്ലോക്കിനേക്കാളും കുറവാണ്. അപ്പോൾ ലാർജ് സൈസ് എലമെന്റ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഷെൽസ് കൂടുക. നമ്പർ ഓഫ് ഷെൽസ് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അയനൈസേഷൻ എൻതാൽപ്പി കുറയും. നമ്മൾ പഠിച്ച കാര്യമല്ലേ. അതുകൊണ്ട്
എസ് ബ്ലോക്കിനാണ് ലോവസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി ഉള്ളത് കമ്പയറിംഗ് ടു പി ബ്ലോക്ക്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് എസ് ബ്ലോക്കിന്റെ പി ബ്ലോക്കിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഡി ബ്ലോക്ക് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? അയനൈസേഷൻ എൻതാൽപ്പി കേട്ടോ. അയനൈസേഷൻ എൻതാൽപ്പി എന്താന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഗ്രൂപ്പിൽ വരുമ്പോൾ, ഗ്രൂപ്പ് വൈസ് വരുമ്പോൾ അയനൈസേഷൻ എൻതാൽപ്പിക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? കുറയുവാണ് ചെയ്യുന്നത്. താഴേക്ക്, ഗ്രൂപ്പിന്റെ കേസിൽ താഴേക്ക് വരുമ്പോൾ അയനൈസേഷൻ എൻതാൽപ്പി കുറയുന്നു. റീസൺ മനസ്സിലാക്കിയിരിക്കുക. നമ്പർ ഓഫ് ഷെൽസും അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സും റിലേറ്റ് ചെയ്ത് പറയുക. അതുപോലെ തന്നെ ലെഫ്റ്റ് ടു റൈറ്റ് പീരീഡിന്റെ കേസിൽ വരുമ്പോൾ അയനൈസേഷൻ എൻതാൽപ്പി കൂടുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയാലോ? പിന്നെ എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും പ്രത്യേകതകളും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കേട്ടോ, ഓക്സീകരണാവസ്ഥയായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾ ആദ്യം തൊട്ട് പഠിച്ചു വന്നാൽ മാത്രമേ ഉള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കത്തുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നിലത്തെ വീഡിയോസ് കാണുക കേട്ടോ. ഡൗട്ടുകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചോദിക്കുക, കമന്റിൽ ചോദിക്കുക, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക കേട്ടോ. മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.